വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പി നോക്കിയാലോ. നമ്മളെല്ലാവരും പഴംപൊരി ഉണ്ടാക്കാറുണ്ട് അല്ലേ? ബനാന ഫ്രിറ്റേഴ്സ്. പലതരത്തിലുള്ള റെസിപ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു റെസിപ്പി ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഴംപൊരി ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ കവറാണ് ഈ പഴംപൊരിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിന് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഏത്തപ്പഴത്തിനെ 2ആക്കി ഒന്ന് മുറിക്കാതെ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് 2ആക്കി മുറിച്ചതിന് ശേഷമാണ് നീളത്തിലൊന്ന് മുറിച്ചെടുക്കുന്നത്. ഒരു പകുതിയെ ഞാനിതുപോലെ 3 കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇതിൽ കൂടുതൽ കനം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കാനായിട്ട്. ഈ ഒരു വലിപ്പം മതിയാവും. ഒരുപാട് കട്ടി കൂടുതലുമില്ല, എന്നാൽ ഒരുപാട് കട്ടി കുറവുമില്ല. ഇതേപോലെ ഞാൻ 2 പഴവും മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങൾക്കും ഏകദേശം ഒരേ കനമായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം കൂടുതൽ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ മുട്ടയും പഞ്ചസാരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ പഴംപൊരിക്ക് അങ്ങനെ പ്രത്യേക സ്മെല്ല് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ എസൻസ് അങ്ങനെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിലല്ല ഈ ബാറ്റർ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കുന്നത്. ഈ പാലും മുട്ടയൊക്കെയാണ് ഈ ഒരു ബാറ്ററിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയായാലും ഉപയോഗിക്കാം കേട്ടോ. ഇനി അതല്ല, ഇത് രണ്ടും ഹാഫ് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ കൂടുതൽ തിക്കായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ പാൽ കൂടി എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാനാണ്. ഞാൻ ഈ ഒരു ബാറ്ററിലേക്ക് ദോശമാവോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. എന്നാൽ അത്യാവശ്യം തിക്കായിരിക്കണം താനും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടൻ പഴംപൊരിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് കൂടുതലുണ്ടാവുക അല്ലേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങളായിട്ട് എടുത്ത് ഈ മാവിലൊന്ന് മുക്കിയിട്ട് ഈ ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം. എല്ലാ വശത്തും ഈ മാവ് നന്നായിട്ട് ഒന്ന് കോട്ടായി കിട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളിലുള്ള പഴമൊന്നും ചിലപ്പോൾ വെന്ത് കിട്ടിയെന്ന് വരില്ല. നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും, പഴംപൊരി ആയിക്കോട്ടെ, ഏത് എണ്ണ പലഹാരം ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് എണ്ണ ആ ചൂടോടുകൂടി ആ തിളയ്ക്കുന്ന എണ്ണ അതിൻ്റെ മീതേക്ക് കുറച്ച് വീതം ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നന്നായി ആയതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വശവും നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2 വശവും ഒരേപോലെ നമുക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എണ്ണ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സാധാരണ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഴംപൊരിക്കൊക്കെ ഒരു മഞ്ഞ കളറായിരിക്കും അല്ലേ. അത് മിക്കവാറും ദോശ ബാറ്ററൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനത്തെ എക്സ്ട്രാ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നാടൻ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പഴംപൊരി നല്ല സോഫ്റ്റാണ്, എന്നാൽ അത്യാവശ്യം ക്രിസ്പാണ് താനും ഇതിൻ്റെ ഔട്ടർ കവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പഴംപൊരി മുട്ടയും പാലും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി അതിൽ മുക്കി പൊരിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.
ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.